കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതമായി കയറ്റുമതി രംഗത്ത് ഗുരുതര പ്രതിസന്ധി നേരിടുകയാണ് രാജ്യത്തെ മുട്ട കയറ്റുമതിക്കാർ. കപ്പൽ ഗതാഗത തടസ്സവും കയറ്റുമതി ചെലവിൽ കുത്തനെയുണ്ടായ വർധനവും വിപണിയെ ബാധിക്കുമ്പോൾ ആഭ്യന്തര വിപണിയിൽ വിലത്തകർച്ചയും കർഷകർക്ക് വലിയ നഷ്ടവും ഉണ്ടാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മുട്ട കയറ്റുമതിക്ക് വൻ തിരിച്ചടിയായി. കപ്പൽ ഗതാഗതത്തിലുണ്ടായ തടസ്സത്തെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ വൈകുകയും ചിലത് ഇപ്പോഴും തുറമുഖങ്ങളിലും കടലിലും കുടുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ്. 125 കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും ചിലത് ഇപ്പോഴും വൈകുകയാണ്. അതേസമയം കയറ്റുമതി ചെലവിൽ വലിയ വർധനവാണ് മറ്റൊരാശങ്ക. മുമ്പ് ഏകദേശം $1,800 ഫ്രൈറ്റ് ചാർജ് ഇപ്പോൾ $9,500 മുതൽ $10,500 വരെ ഉയർന്നത് കയറ്റുമതിക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നു. കയറ്റുമതി മന്ദഗതിയിലായതോടെ ആഭ്യന്തര വിപണിയിൽ മുട്ടയുടെ ലഭ്യത വർദ്ധിച്ച് വില കുത്തനെ ഇടിഞ്ഞു. 100 മുട്ടയ്ക്ക് 540 രൂപയിൽ നിന്നും 430 രൂപയിലേക്ക് വില താഴ്ന്നതോടെ ഉൽപാദന ചെലവായ 450 രൂപയ്ക്കും താഴെയായി. ഇതോടെ ദക്ഷിണേന്ത്യൻ കർഷകർക്ക് ദിവസേന ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതാണ് വിലയിരുത്തൽ. റമദാനും ഈസ്റ്ററും കഴിഞ്ഞതോടെ ആവശ്യകത കുറഞ്ഞതും സ്കൂൾ അടച്ചതോടെ മിഡ് ഡേ മീൽ ആവശ്യകത കുറഞ്ഞതും വേനൽക്കാലത്ത് ഉപഭോഗം താഴ്ന്നതും വിപണിയെ കൂടുതൽ ബാധിക്കുന്നതായി കയറ്റുമതിക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി മുടങ്ങിയതോടെ കർണാടകയിലെ മാമ്പഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇറാൻ, UAE പോലുള്ള പ്രധാന വിപണികളിലേക്ക് പോകേണ്ടിയിരുന്ന വൻ കയറ്റുമതി തടസ്സപ്പെട്ടതോടെ കർഷകരുടെയും വിതരണക്കാരുടെയും പ്രതീക്ഷകൾ തകർന്നിരിക്കുകയാണ്. കർണാടകയിലെ തുമക്കൂരു, കോലാർ, രാമനഗര, ചിക്കബല്ലാപുര ജില്ലകളിലാണ് സംസ്ഥാനത്തെ പ്രധാന മാമ്പഴ ഉൽപാദനം. അൽഫോൺസ, റാസ്പുരി, സിന്ദൂര, ബങ്കനപ്പള്ളി തുടങ്ങിയ ഇനങ്ങൾ വൻതോതിൽ ഇവിടെ കൃഷി ചെയ്യുന്നു. പതിവായി ഇറാൻ, UAE ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് മികച്ച ലാഭം നേടിയിരുന്ന കർഷകർക്ക് ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ വർഷം അനുകൂല കാലാവസ്ഥ കാരണം ഉൽപാദനം 20% വരെ വർദ്ധിച്ചെങ്കിലും കയറ്റുമതി പ്രതിസന്ധി മൂലം ആഭ്യന്തര വിപണിയിൽ വില ഉയരാൻ സാധ്യത കുറവാണെന്ന് കർഷകർ പറയുന്നു. നിലവിൽ അൽഫോൺസയ്ക്ക് കിലോയ്ക്ക് 280 മുതൽ 300 രൂപ വരെയും, റാസ്പുരി, സിന്ദൂരയ്ക്ക് 250 രൂപയും, ബങ്കനപ്പള്ളിക്ക് 180 മുതൽ 200 രൂപ വരെയും വില ലഭിക്കുന്നു. ചിക്കബല്ലാപുരയിലെ കർഷകർ ഹോർട്ടിക്കൾച്ചർ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് കയറ്റുമതിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിദേശ വിപണിയിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ 1/3 പോലും ഈ മാർഗത്തിൽ ലഭിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ UK, കാനഡ പോലുള്ള പുതിയ വിപണികളിലേക്ക് സാധ്യത തേടുകയാണ് വിതരണക്കാർ. അടുത്ത ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ മാമ്പഴം വിപണിയിലെത്തുന്നതോടെ വിലയും ആവശ്യവും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷത്തെ നഷ്ടം നികത്താമെന്ന പ്രതീക്ഷയിലായിരുന്ന കർഷകർക്ക് ഇത്തവണയും അനിശ്ചിതത്വം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ പഞ്ചസാര ഉപഭോഗത്തിൽ ഇടിവ് രേഖപ്പെടുത്തുന്നതായി റിപ്പോർട്ട്. കുറഞ്ഞ താപനിലയും LPG സിലിണ്ടറുകളുടെ ക്ഷാമവും കാരണം മാർച്ചിൽ മാത്രം 2 ലക്ഷം ടൺ വരെ ആവശ്യകത കുറഞ്ഞതായി വ്യവസായ രംഗം വ്യക്തമാക്കുന്നു. നിലവിലെ സീസണിൽ മൊത്തം ഉപഭോഗവും കുറയാനാണ് സാധ്യത. ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അനുവദിച്ച കോട്ടയെ അപേക്ഷിച്ച് 60,000 ടൺ കൂടുതൽ പഞ്ചസാര വിറ്റഴിക്കപ്പെട്ടിരുന്നു. എന്നാൽ മാർച്ചിൽ ആവശ്യകതയെ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഏപ്രിലിന് സമാനമായ കുറവ് പ്രതീക്ഷിക്കുന്നു. 2025-26 സീസണിൽ മൊത്തം പഞ്ചസാര ഉപഭോഗം 277 ലക്ഷം ടണ്ണായി താഴെ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം ഇത് 281 ലക്ഷം ടണ്ണായിരുന്നു. അതേസമയം ഉൽപാദനവും ചെറിയ തോതിൽ കുറഞ്ഞത് 320 ലക്ഷം ടണ്ണിനടുത്ത് എത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. എഥനോൾ നിർമ്മാണത്തിന് ഏകദേശം 35 ലക്ഷം ടൺ പഞ്ചസാര മാറ്റിവെക്കുന്നതിനാൽ വിപണിയിൽ ലഭ്യമാകുന്ന ശുദ്ധ ഉൽപാദനം 285 മുതൽ 290 ലക്ഷം ടൺ വരെ ആയിരിക്കും. പഞ്ചസാര കയറ്റുമതിക്ക് വിലക്കേർപ്പെടുത്താനുള്ള പദ്ധതി നിലവിൽ ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ വില ഉയർന്നത് കയറ്റുമതിക്ക് ചില പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതേസമയം എഥനോൾ മിശ്രിതം 20% മുകളിൽ ഉയർത്തുന്നതിനും ഫ്ലെക്സ് ഫ്യൂവൽ വാഹന നയത്തിനും കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.